ഹൈ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നിഹാൽ സാറാണ്. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ ഒരുപാട് നമ്മൾ ഇത്തരത്തിലുള്ള വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ വരാൻ വേണ്ടി പോകുന്നു. ആദ്യമായി നമ്മുടെ ചാനൽ കാണാമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇത്തരം കണ്ടന്റ് ആദ്യം കിട്ടുക നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലാണ്. സ്റ്റഡി ഗ്രൂപ്പിൽ ലിങ്ക് ഓൾറെഡി താഴെ പിൻ ചെയ്ത് വെച്ചിട്ട് വേഗം ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് സ്റ്റഡി നോട്ടും ടിപ്സും വീഡിയോസ് ഒക്കെ അവിടെ ആദ്യം കിട്ടും. സോ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെ വേഗം പറഞ്ഞു പോവാണ്. സോ ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് മഹാത്മാഗാന്ധി അദ്ദേഹം ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങളെ പറ്റി അല്ലെ. അത് മാത്രമല്ല ചില അഡീഷണൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെയാണ് മഹാത്മാഗാന്ധിക്കും അദ്ദേഹത്തിന്റെ സമരത്തിനും തന്നെയാണ് അല്ലെ. സോ നമ്മൾ ആദ്യം പഠിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമരമാണ് ഏർലി സ്ട്രഗിൾസ്. ഏതായത് ഏർലി സ്ട്രഗിൾസ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ സ്ട്രഗിൾ ആൻഡ് ഖേദ. ഈ മൂന്ന് കാര്യം കറക്റ്റ് നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കും. എക്സാമിന് അത് എന്തായാലും ചോദിക്കും. കാരണം ഗാന്ധിജി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒരു സമര നേതാവാക്കി മാറ്റിയതിൽ ഇതിന് വലിയ പങ്കുണ്ടത് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന മഹാത്മാഗാന്ധി ദേശീയ സമരത്തിലേക്ക് എത്താനുള്ള കാര്യമുണ്ട്, നാഷണൽ മൂവ്മെന്റിലേക്ക് എത്താനുള്ള കാര്യമുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ മൂവ്മെന്റ് തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലേക്ക് ഒരു സ്പാർക്ക് എത്തിച്ച കാര്യമാണ് എന്ത്, റൗലറ്റ് ആക്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ബ്ലാക്ക് ലോ ആണ്. നമുക്കറിയാം, വിത്തൗട്ട് ട്രയൽ, ഒരു വിചാരണയും കൂടാതെ ഏതൊരാളെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമത്തെ വിളിക്കുന്നവരാണ് റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമമാണ് എന്ത് ചെയ്യുന്നത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിക്കുന്നു. ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് ഗാന്ധിജി എന്തിലേക്ക് പോകുന്നത്, ഈ പറയുന്ന രീതിയിലേക്കുള്ള വലിയൊരു ദേശീയ സമരത്തിലേക്ക് പോകുന്നത് അല്ലേ. അപ്പൊ ഇനി നേരെ പോകുന്നത് കൊണ്ടാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരമാണ് നമ്പർ 1, ഒന്നാമത്തെ ദേശീയ സമരം. അത് കറക്റ്റ് പഠിച്ചൊക്കെ എക്സാമിന് ചോദിക്കും. കാരണം ഇതൊരു എസ്സേ വരെ, എക്സാമിന് എത്ര മാർക്കിന്റെ എസ്സേടാ, ഒരു 5 മാർക്കിന്റെ എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. പ്രധാനമായും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ നമുക്ക് 3 ഘട്ടമായി തരംതിരിക്കാം, അല്ലെങ്കിൽ 4 ഘട്ടം. ഒന്നാമത് ഏതാ, ഒന്നാമത് ഗാന്ധിജിയുടെ ബോയ്ക്കോട്ട് ആക്ടിവിറ്റി അല്ലെ. നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കൂടെ ചേർത്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, നിസ്സഹകരിക്കുക, എല്ലാ രീതിയിലും ബ്രിട്ടീഷുകാരോട് നിസ്സഹരിക്കാനാണ് ഗാന്ധിജി പറഞ്ഞത്. അതിന്റെ ഭാഗമായി ഗാന്ധിജി ബോയ്ക്കോട്ട് ആക്ടിവിറ്റീസ്, പല കാര്യങ്ങളെയും ഗാന്ധിജി ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഗാന്ധിജി ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, കോടതികൾ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി, സ്കൂളുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു, ഗവൺമെന്റ് ഓഫീസ് ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളെയും ബോയ്ക്കോട്ട് ചെയ്യാൻ, ബഹിഷ്കരിക്കാൻ ഗാന്ധിജി പറഞ്ഞു. അപ്പൊ അതാണ് നിങ്ങൾ ബഹിഷ്കരണ പ്രവർത്തനങ്ങളായി പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ ഗാന്ധിജിക്ക് ചില ക്രിയേറ്റീവ് ആക്ടിവിറ്റി, ബഹിഷ്കരണം നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു, വിദേശ എഡ്യൂക്കേഷൻ ബഹിഷ്കരിച്ചു. അതിന് പകരമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖാദിയിൽ വസ്ത്രങ്ങൾ നെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടേതായ സ്കൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ, തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ റെസ്പോൺസ് ഓഫ് പീപ്പിൾ, ജനങ്ങൾ ഈ സമരത്തോട് ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത്. പെസൻസ്, കർഷകർ ഉൾപ്പെടെ, ട്രൈബൽസ് ഉൾപ്പെടെ, സ്റ്റുഡൻസ് ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആ റെസ്പോൺസും കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെയാണ് ചൗരി ചൗര ഇൻസിഡന്റ്. 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. 22 പോലീസുകാർ കൊല്ലപ്പെടുന്ന ഒരു ഫയറിലേക്ക് അത് പോവാണ്, ലാത്തി ചാർജിലേക്ക് പോവാണ്. അങ്ങനെ ലാത്തി ചാർജിൽ ആദ്യം ലാത്തി ചാർജ് ആണ് ഇതല്ലേ, സമരക്കാരെ പോലീസുകാർ നേരിട്ടു. ഈ സമരക്കാർ എന്ത് ചെയ്യണം, അതിനോട് ദേഷ്യം തീർക്കാനായിട്ട് പോലീസ് സ്റ്റേഷൻ പോയി കത്തിച്ചു. 22 പോലീസുകാർ മരിച്ചു. ഗാന്ധിജി അതോടുകൂടി എന്ത് ചെയ്യാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഞാൻ ഈ പറഞ്ഞ 4 രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഗാന്ധിജിയുടെ സമരങ്ങളെ പറ്റി പഠിക്കാം അല്ലെ. അതിൽ സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നപ്പോൾ ആരാ സ്വരാജ് പാർട്ടി ഫോം ചെയ്ത, CR ദാസും മോത്തിലാൽ നെഹ്റുമാണ് എന്ത് ഫോം ചെയ്യുന്ന, സ്വരാജ് പാർട്ടി ഫോം. എന്തായിരുന്നു ലക്ഷ്യം, ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ബഹിഷ്കരണം കൊണ്ട് കാര്യമില്ല, നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നമ്മൾ എവിടെ വേണം, പാർലമെന്റിൽ വേണമെന്ന് പറഞ്ഞ ആളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു പഠിച്ചു വെക്കുക. പിന്നെ റാംബാർ റിബല്യൻ ആര് നടത്തിയതാ, അത് ആന്ധ്രാപ്രദേശിലെ പിന്നെ ട്രൈബൽ പീപ്പിൾസ് നടത്തിയ മൂവ്മെന്റ് ആണ് റാംബാർ റിബല്യൻ ലീഡർ ആയിരുന്നു അല്ലൂരി സീതാരാജു, പഠിച്ചു വെക്കുക. അതുപോലെ ബർദോളി പെസൻസ് മൂവ്മെന്റ്, ബർദോളിയിലെ കർഷകർ നടത്തിയ മൂവ്മെന്റ് ആണ്. എന്തായിരുന്നു പ്രശ്നം, നികുതി തന്നെയായിരുന്നു പ്രശ്നം അല്ലെ. കർഷകരെ സമരം എവിടെ നടക്കുന്നു, അതിന്റെയൊക്കെ കാരണം നികുതിയായിരിക്കും. ഈ നികുതി കൊടുക്കാൻ കഴിയാത്ത കർഷകരുടെ വാഹനങ്ങളും സാധനങ്ങളും ബ്രിട്ടീഷുകാർ ഊരിക്കൊണ്ടുപോവുക ചെയ്തത് അല്ലേ. ആ സമയം സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് പറയാണ്, നിങ്ങളുടെ എന്താണ് ബുള്ളോക്ക് ആർട്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പല സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കാനാണ് ആര് പറഞ്ഞത്, സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത്. പട്ടേലായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ സൈമൺ ഗോബാക്ക് ഒരു മുദ്രാവാക്യം. എന്തായാലും സംഭവം നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാ റിഫോംസിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ് ബ്രിട്ടീഷുകാർ. ആ കമ്മിറ്റിയിൽ ഒരു ഒറ്റ ഇന്ത്യക്കാരൻ പോയി ഉണ്ടായിരുന്നു അല്ലെ. ആ കമ്മിറ്റിയുടെ തലവനാണ് ജോൺ സൈമൺ. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്കാരെ ആൾക്കാർ എന്ത് പറഞ്ഞു, സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ വലിയൊരു സമരത്തിന് നമ്മൾ ആ സമയത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക 1, 2, 3, 4. അപ്പോൾ 4 അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. 1, 2, 3, 4 ഈ 4 കാര്യങ്ങൾ
അതിനുശേഷം 1, 2, 3, 4 കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് മുതൽ അടുത്തൊരു ബഹുജന സമരം വരെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ നേരെ പോകുന്നത് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റിലേക്കാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്ന എപ്പോഴാണ്? 1929 എവിടെ വെച്ചിട്ടാണ്? ലാഹോറിൽ വെച്ചിട്ടാണ്. അങ്ങനെ തന്നെ പഠിച്ചു. 1929 ലാഹോറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ ജവഹർലാൽ നെഹ്റു ആണ് ആ മീറ്റിംഗ് അഡ്രസ് ചെയ്യുന്നത്. അവിടെ വെച്ച് 3 കാര്യങ്ങൾ അല്ലേ. ഒന്ന് കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണ സ്വരാജ്, നമ്മുടെ രാജ്യത്തിന്റെ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൈ കളർ ഫ്ലാഗ്, ത്രിവർണ്ണ പതാക നമ്മൾ ആദ്യമായി ലോഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അല്ലെ. അങ്ങനെയാണ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് നമ്മൾ എന്തുകൂടെ ആരംഭിക്കുന്നത്? ഗാന്ധിജി സാൾട്ട് സത്യാഗ്രഹത്തിലൂടെ ആരംഭിക്കുന്നത് അല്ലെ. ഗാന്ധിജിയുടെ അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് എവിടേക്ക് പോവാണ്? ദണ്ഡി കടപ്പുറത്തേക്ക് പോകണം. അവിടെ വെച്ച് ഉപ്പ് കുറുക്കുന്നു. ഉപ്പ് സമരം നടത്തുകയാണ് അല്ലെ. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സമരം നടത്താൻ ചെയ്തു അല്ലെ. അപ്പോൾ ശരിക്കും ഉപ്പ് സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൽ നമ്മൾ നോർത്ത് ഫ്രോണ്ടിയർ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിലെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ഖാൻ അബ്ദുൽ ഗാഫറിനെ പറ്റി പഠിക്കേണ്ടത്. അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദ അതിർത്തി ഗാന്ധി, ഫ്രോണ്ടിയർ ഗാന്ധി എന്ന പേര് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. അതുപോലെ തന്നെ ജനങ്ങളുടെ റെസ്പോൺസ്. ഈ സമരത്തോടും എല്ലാ വിഭാഗം ജനങ്ങളും, ട്രൈബൽ പീപ്പിൾസും വർക്കേഴ്സും പെസൻസും ഇൻഡസ്ട്രിയലിസ്റ്റുകളും സ്ത്രീകളും ഒക്കെ ഈ സമരത്തോടും എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ രീതിയിലുള്ള റെസ്പോണ്ട് കാണിച്ചിട്ടുണ്ട്. അത് അവിടെ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ഈ സമരം എങ്ങനെ നിർത്തലാക്കുന്നത്? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ചൗരി ചൗര സമരത്തോടുകൂടി നിർത്തലാക്കിയെങ്കിൽ ഇവിടെ നിർത്തലാക്കുന്ന എങ്ങനെയാ? ഇവിടെ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നിർത്തലാക്കുന്നില്ല. വട്ടമേശ സമ്മേളനങ്ങൾ പ്രധാനമായും 3 വട്ടമേശ സമ്മേളനം നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം ഗാന്ധിജി പോയില്ല. രണ്ടാമത്തേലാണ് ഗാന്ധിജി പോകുന്നത്. അവിടെ വെച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി വരുന്നത് അല്ലെ. ഗാന്ധി ഇർവിൻ പാക്ട്. അതുപ്രകാരം നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി എന്ത് ചെയ്യാണ്? നിർത്തിവെക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പഠിച്ചു റെഡി. പിന്നെ നമ്മൾ ഇതിന്റെ ശേഷം നമ്മൾ പഠിച്ച പ്രധാനമായി അടുത്ത 4 പഠിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു സമരം കഴിഞ്ഞപ്പോൾ 4 കാര്യം പഠിച്ചു. ഇവിടെയും സമരം കഴിഞ്ഞു 4 കാര്യം. അതിലേതാ? അതിലൊന്നാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ റെവല്യൂഷണറി ടീംസ് അല്ലെ. അതായത് ഗാന്ധിയൻ മാർഗമല്ലാതെ കുറച്ചും കൂടി വിപ്ലവകരമായ പ്രവർത്തന പാതയിൽ പോയ ആൾക്കാരാണ് ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കക്കോരി ട്രെയിൻ റോബറി. എന്താ കക്കോരി ട്രെയിൻ റോബറി എന്ന് പറഞ്ഞാൽ? കക്കോരി പിന്നെ വെച്ചിട്ട് ട്രെയിനിലെ സ്വർണ്ണങ്ങൾ അവർ കൊള്ളയടിക്കാൻ, എന്തിനു വേണ്ടിയിട്ട്? ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുപോലെ രണ്ടാമത്താണ് 1928. ഇത് 1924 ഫോം ചെയ്യുന്നത് അല്ലെ. അത് 28 എപ്പോഴും ആരുടെ കയ്യിലേക്ക് എത്തി? 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പേരിലേക്ക് ഭഗത് സിംഗ് എന്ത് ചെയ്യണം? അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുക അല്ലെ. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹം 2 കാര്യങ്ങളാണ് ഭഗത് സിംഗിന്റെ കാലത്ത് നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ലാലാ ലജ്പത് റായിയുടെ ലാത്തി ചാർജിന് അല്ലെങ്കിൽ മരണത്തിന് കാരണമായ ലാത്തി ചാർജ് പ്രഖ്യാപിച്ച പോലീസുകാരനെ അദ്ദേഹം വെടിവെച്ച് കൊന്നു. അതുപോലെ തന്നെ നിയമസഭയിൽ അദ്ദേഹം ബോംബിട്ടു. ഈ 2 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടാണ് പഠിച്ചു വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ അടുത്തൊരാളാണ് സൂര്യ സെൻ. അദ്ദേഹത്തിന്റെ ആർമറി അല്ലെ, ബ്രിട്ടീഷുകാരുടെ ആർമറി മോഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചൊരു വ്യക്തിയാണ് ആര്? സൂര്യ സെൻ. പിന്നെ നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരാ ഫോം ചെയ്ത്? ജയപ്രകാശ് നാരായണൻ ഫോം ചെയ്ത കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കുറെ കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുള്ളൂ, കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്, പക്ഷെ എല്ലാത്തിനും കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അല്ലേ. പിന്നെ നമ്മൾ അടുത്തത് 2 പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് ഉണ്ട്. ഒന്ന് പെസൻസ് മൂവ്മെന്റ്സ് ഉണ്ട്, ലേബേഴ്സ് മൂവ്മെന്റ് ഉണ്ട്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും സംഘടിക്കുന്നതിനെ പറ്റി അല്ലെ. ഇവിടെ നമുക്കറിയാം 1920 മുതൽ കിസാൻ സഭകൾ ആരംഭിക്കുന്നുണ്ട്. ആ കിസാൻ സഭ 1936 ആകുമ്പോഴേക്കും എന്തായി മാറി? ഓൾ ഇന്ത്യ കിസാൻ യൂണിയൻ എന്ന പേര്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന പേരിൽ വലിയൊരു പ്രസ്ഥാനമായി മാറി. അതാണ് തെബാഗ ആൻഡ് തെലുങ്കാന പ്രസ്ഥാനമൊക്കെ ഇതേപോലെ കർഷക പ്രസ്ഥാനങ്ങളാണ്. ഇനി വർക്കേഴ്സിന് വിഷയം നോക്കുകയാണെങ്കിൽ വർക്കേഴ്സിന്റെ ജോലി സമയം, അതുപോലെ തന്നെ അപകടകരമായ സാഹചര്യങ്ങൾ, അവരുടെ എക്സ്പ്ലോഷൻ, ഇതൊക്കെ നിർത്താനാണ് അവർ എന്ത് ചെയ്യുന്നത്? ഒരു സംഘടന രൂപീകരിച്ചത്. ആ സംഘടന പേര് എന്താണ്? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC എന്ന് വിളിക്കും അല്ലെ. ഇതേ ഇവിടുന്ന് പ്രധാനമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ? നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോകുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്കാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ മഹാത്മാഗാന്ധി നടത്തിയ ലാസ്റ്റ് മൂവ്മെന്റ് 1942 ഓഗസ്റ്റ് 8 അദ്ദേഹം ഈ സമരം നേതൃത്വം നൽകുന്നത് അല്ലെ, ആരംഭിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡു ഓർ ഡൈ എന്താണ്? ഒന്നെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ പ്രവർത്തന പാതി നിങ്ങൾ മരിക്കുക. കാരണം നമ്മുടെ ഏറ്റവും അവസാന ചാൻസ് ആണ്, ഏറ്റവും അവസാന ലാസ്റ്റ് ചാൻസിൽ നമ്മൾ പോകുന്നവർ അല്ലെ. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ടീമിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഈ സമരം നടത്തിയ ആരാണ്? ജയപ്രകാശ് നാരായണും അരുണ ആസഫിലും ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെ. അദ്ദേഹം ഒളിവിൽ നിന്നുകൊണ്ടാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് അല്ലെ. അറ്റ് ദ എൻഡ് അവസാനം എന്തിയാണ്? ഈ സമരം വലിയ വിജയമായില്ലെങ്കിലും പിന്നീട് എന്താണ് ചില ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. അതാണ് ബല്ലിയ, അതുപോലെ സത്താര, തംലൂക്ക് എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കുകയും സമാനമായ ഒരു പാരലൽ അഡ്മിനിസ്ട്രേഷനും അവിടെ സജീവമായി ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ റോളാണ്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. എത്ര തവണ? 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് ആര്?
സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ അദ്ദേഹം എന്താണ് ഗാന്ധിജിയുമായി അദ്ദേഹത്തിന്റെ ആശയ എന്താണ് വ്യത്യാസത്തിൽ അദ്ദേഹം ഒരു ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് ഫോർവേഡ് ബ്ലോക്ക്. അതുപോലെ തന്നെ INA ഇന്റർനാഷണൽ ആർമിയുടെ ചാർജ് അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. ജപ്പാനീസ് ആർമിയുടെ സഹായത്തോടു കൂടി 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെതിരെ ആര് യുദ്ധം ചെയ്തിട്ടുണ്ട്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലേ. അത്രയുമാണ് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ നേരെ പോണ എവിടേക്കാണ്? ടുവേർഡ് ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിലേക്കാണ്. അവിടെ നമ്മൾ 1946 എന്ത് ചെയ്യുന്നത്? പിന്നെ ക്യാബിനറ്റ് മിഷൻ വിളിച്ചിറക്കാണ്. ക്യാബിനറ്റ് മിഷനിൽ എന്താണ് ലക്ഷ്യം? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന തയ്യാറാക്കാനുള്ള ഒരു മീറ്റിംഗിന് തുടക്കം കുറിക്കുക ചെയ്തത് അല്ലേ. അവിടെ വെച്ചിട്ട് പ്രധാനമായും ബ്രിട്ടന്റെ 3 ആൾക്കാർ അംഗങ്ങളായിരുന്നു, അല്ലെങ്കിൽ അത് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ് ആൻഡ് AV അലക്സാണ്ടർ. പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 1940 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രകാരം എന്ത് സംഭവിക്കുകയാണ്? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യാണ്? ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പുതിയ രാജ്യം രംഗത്ത് വരികയാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേഗം നിങ്ങൾ കമന്റ് ബോക്സ് പോയി നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം, നേരെ അതിൽ ജോയിൻ ചെയ്തോ. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവിടെ കിട്ടും. അതുപോലെ നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും എൻ്റെ സ്റ്റഡി കമ്മ്യൂണിറ്റി അവിടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? അവിടെ നിഹാൽ സാർ ലേൺ വിത്ത് നിഹാൽ സാർ എന്ന കമ്മ്യൂണിറ്റി അവിടെ ഞാൻ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ മക്കളെ നന്നായി പഠിക്കുക. ഓൾത്തി ഒരു ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഒരു ടെൻഷനും വേണ്ട. ഞാൻ ഹേറ്റു. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഷോർട്ട് നോട്ടുകൾ പോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട. ഈ ചാപ്റ്റർ നമുക്ക് നന്നായി പഠിക്കാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.